മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അതായിട്ടുള്ള ചില ഭാഗങ്ങൾ യോഹന്നാൻ വിവരിച്ചിരിക്കുന്നതാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാനെടുത്തിരിക്കുന്ന ഭാഗം, നമുക്കറിയാം കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ 5-ാം അധ്യായം മുതൽ തന്നെ വായിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനെ കൊല്ലാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. 5-ാം അധ്യായത്തിൽ 38 വർഷം രോഗിയായിട്ട് കിടന്ന ആ മനുഷ്യൻ സൗഖ്യമായതിനെ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ 5-ന്റെ 18 നമ്മൾ വായിക്കുന്നു, അവരവനെ കൊല്ലാനായിട്ട്, അങ്ങനെ അവൻ ശബ്ബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. അപ്പോൾ കർത്താവിനെ കൊല്ലണം, കർത്താവിനെ ഇങ്ങനെ ജീവനോടെ വിടരുത്, അദ്ദേഹം വധിക്കപ്പെടേണ്ടവനാണ്, അദ്ദേഹം കൊല്ലപ്പെടേണ്ടവനാണ്. സമൂഹത്തിൽ അന്ന് വരെ വളരെ ഉറച്ചിരുന്ന പല മതനിയമങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും ചിട്ടകളെയും ഒക്കെ മാറ്റുന്നു. പ്രത്യേകിച്ച് ശബ്ബത്തിനോടുള്ള ബന്ധത്തിൽ ശബ്ബത്ത് ആചരിക്കുന്നില്ല. ശബ്ബത്ത് ദിവസം ജീവന് രക്ഷിക്കുകയും അതുപോലുള്ള സൗഖ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതൊരു പ്രവൃത്തിയായിട്ട് അവർ അതിനെ വ്യാഖ്യാനിക്കുകയും ശബ്ബത്തിൽ അത് ചെയ്യരുത് എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്ന കാര്യവും. എന്ന് മാത്രമല്ല, വേറൊരു മനുഷ്യനെ കൊണ്ട് അവൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുന്നത് അവരുടെ ഡെഫിനിഷൻ അനുസരിച്ച് നിശ്ചയമായിട്ടും ശബ്ബത്തിനെ ലംഘിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അവർ ചിന്തിക്കുകയും അങ്ങനെയുള്ളവരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കല്ലെറിഞ്ഞ് കൊല്ലാനാണ്, അല്ലെങ്കിൽ അതുപോലെ വധിക്കാനാണ് അവരുടെ സാധാരണയുള്ള ട്രെൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. അത്രയ്ക്കും മതം തലയ്ക്ക് പിടിച്ച ആൾക്കാരായിരുന്നു, മതത്തിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഒരുക്കമുള്ളവരായിരുന്നു. അങ്ങനെ വളരെ നിഷ്ഠയോടുകൂടെ തന്നെ മതകർമ്മങ്ങളും ആചാരങ്ങളും വേണ്ടി എരിവോടെ നിന്നിരുന്ന വ്യക്തികളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 5-18 7-ാം അധ്യായം 1-ാം വാക്യം, അവിടെയും നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദ്യയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു എന്നും. തുടർന്ന് നമ്മൾ കാണുന്ന 8-ാം അധ്യായം അതിന് 37-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-37 നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു എന്ന് കർത്താവ് തന്നെ അവരോട് പറയുകയും, അബ്രഹാം ഉണ്ടാകുന്നതിന് മുന്നേ അബ്രഹാമിൻ്റെ ദിവസം കാണുമെന്നുള്ളതോട് ഉല്ലസിച്ചുവെന്നും, എൻ്റെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ സ്വർഗീയ ഭക്ഷണം തന്നത് എൻ്റെ പിതാവാകുന്നു, മോശെ തന്നതായിട്ട് നിങ്ങൾ കരുതുന്നു, എന്നാൽ നിങ്ങൾക്ക് ഈ സ്വർഗീയ ഭക്ഷണം തരുന്നത് ഞാനാകുന്നു എന്ന് അവരോട് പറയുകയും, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് അവരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതൊക്കെ അവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. 10-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗം തന്നെയാണ്, എന്നാലും ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. 10-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആർക്കും പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. ഞാൻ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ എറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമാകുന്നു ഞങ്ങൾ കല്ലെറിയുന്നത് എന്ന് അന്ന് വായിക്കുന്നത് നമുക്കറിയാം. തുടർന്ന് ലാസറിനെ ഉയിർപ്പിച്ചതിന് ശേഷം 11-ാം അധ്യായം 53-ാം വാക്യത്തിൽ അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു എന്ന് നമ്മൾ വായിക്കുക. അങ്ങനെ വിവിധ സ്ഥലങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അതിന് യേശു അതെ അത് ആ ഭാഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതെ, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ 11-ാം അധ്യായം 52-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിപ്പോൾ വായിച്ചതാണോ അല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിന് ഒരുവൻ മരിക്കുന്നത് നല്ലതെന്ന് അന്നത്തെ മഹാപുരോഹിതൻ പ്രവചിക്കുകയും അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു എന്ന് നമുക്ക് കാണാം. പരസ്യമായി നടക്കാതെ കർത്താവ്
അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി പോയി എന്ന് തുടങ്ങുന്നുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, തൻ്റെ സമയം വന്നിട്ടില്ലായതുകൊണ്ട് എന്ന് ചിലടത്ത് വായിക്കുന്നു, അവരെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ കർത്താവ് താൻ ഈ ലോകത്ത് തനിക്ക് വെളിപ്പെടുത്താനുള്ളതും തന്നെ പിതാവ് ഏൽപ്പിച്ചതുമായ ശുശ്രൂഷകളെയൊക്കെ നിറപടിയായിട്ട് നിവർത്തിച്ചതിന് ശേഷം തൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന കാര്യമായിട്ടുള്ള പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഒരു 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 അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മണിക്കൂറിന് വേണ്ടി, ആ പ്രത്യേക ആ സംഭവത്തിനായിട്ട് കർത്താവ് ഒരുങ്ങുകയും 13-ാം അധ്യായം തൊട്ടാണ് തൻ്റെ സമയം വന്നു എന്നറിഞ്ഞ് കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കുറേ ആൾക്കാരിങ്ങനെ മരിക്കാൻ തയ്യാറല്ലാതിരുന്ന യേശുവിനെ ഓടിച്ചു പിടിച്ച് പിടികൂടി തല്ലി കൊല്ലുകയോ, അല്ലെങ്കിൽ അവർ വളരെ സമ്മർദ്ദം ഉപയോഗിച്ച് കർത്താവിനെ എന്തെങ്കിലും ചെയ്തതായിട്ടല്ല നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ പരിപാടികളുടെയൊക്കെ ഒരു മാസ്റ്റർ ഓഫ് സെറമണി എന്ന് പറയുന്നത് കർത്താവ് തന്നെ ആയിരുന്നു. അവൻ്റെ ഡിസ്ക്രിപ്ഷനിലും അവൻ്റെ വിവേചനത്തിലും അവൻ്റെ സമയമനുസരിച്ചാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യപ്പെട്ടത്. അല്ലാതെ മനുഷ്യന് അദ്ദേഹത്തോട് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. എപ്പം ഞാൻ ഈ ജീസസ് ഫിലിം പണ്ട് കണ്ടിട്ടുള്ളപ്പം എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു സീനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ അവസാനമായിട്ട് ഒരു കോലുമൊക്കെ കൊടുത്തൊരു രാജാവെന്നുള്ള പോലെ മുൾക്കിരീടം അല്ലെങ്കിൽ അതങ്ങനെയൊക്കെ ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പല ചോദ്യങ്ങൾ കർത്താവ് ചോദിച്ചിട്ടും തിരിച്ചൊന്നും ഉത്തരം പറയുന്നില്ല. അവസാനം ചോദിക്കുക, എനിക്ക് നിന്നെ കൊല്ലാനും വിട്ടയക്കാനും ഒക്കെ അധികാരമുള്ളവനാണെന്ന് നീ അറിയുന്നില്ലേ? നിന്റെ മൗനത്താൽ നീ നമ്മെ വിധിക്കുന്നുവോ അതോ നാം നിന്നെ വിധിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്കെപ്പോഴും എനിക്ക് തോന്നുന്നത് ജീസസ് ഫിലിമാണോ കരുണാമയൻ എന്ന് പറയുന്ന ഇതിലാണോ, അത് ഞാൻ പണ്ട് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കർത്താവ് തന്നെ ഡിഫെൻഡ് ചെയ്യാനും അവർ പറയുന്ന ആരോപണങ്ങൾക്ക് പ്രത്യാരോപണമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് സാധാരണ കോടതി മുറികളിലും സാധാരണ ഇങ്ങനെ വിധിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഏതെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ, രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടെങ്കിൽ, ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ അത് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ പോലെ തൻ്റെ വിടുതലിന് വേണ്ടിയും തൻ്റെ നീതി സ്ഥാപിക്കാനും വേണ്ടി ഒരു ഒരുമ്പെട്ട അല്ലെങ്കിൽ അതിനുവേണ്ടി കിടഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു വ്യക്തി ആയിട്ട് നമുക്ക് കർത്താവിനെ കാണാനായിട്ട് കഴിയത്തില്ല. മറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തൻ്റെ സമയവും തൻ്റെ ഹിതവും അനുസരിച്ച് കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുകയും സ്വയമായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ വായിക്കുന്നത് തൻ്റെ മരണത്തെ, തൻ്റെ ജീവനെ ഒഴുക്കിക്കളയുകയും ചെയ്യുന്നു എന്നാണ്. തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. നമ്മൾ ഈ 53-ാം അധ്യായം വായിക്കുമ്പം കർത്താവ് വില്ലിങ്ങായിട്ട് തന്നെ കൊടുക്കുകയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ മശീഹയെക്കുറിച്ച് പ്രവചിക്കപ്പെട്ട കാര്യങ്ങളാണെന്നും, അവൻ നമ്മുടെ അകൃത്യം നിമിത്തം മുറിവേറ്റും അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പം അതൊരു വില്ലിങ് സാക്രിഫൈസ് ആയിരുന്നു. അല്ലാതെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം അബ്രഹാം പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു മരിക്കാൻ ഒരുക്കമല്ലാത്ത ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് കൈയും കാലും പിടിച്ചു കെട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമർപ്പണത്തോടൊന്നുമല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു യാഗമല്ലായിരുന്നു. പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ആ പിതാവേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ച് പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ഒരിക്കലും തന്നെ അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമുക്കറിയാമല്ലോ. ഞാൻ ഇതിനു മുന്നേ ഈ ഭാഗത്തു നിന്നും ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗത്തുനിന്ന് കാരണം എന്തെല്ലാം ഊരാക്കുടുക്കുകളാണ് കർത്താവിൻ്റെ നേരെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കൊണ്ടുവരികയും അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിനെതിരെ അവർ കൊണ്ടുവന്നെങ്കിലും അവയൊക്കെ നിഷ്പ്രഭമാക്കി അവർ ഇളിഭ്യരായിട്ട് തീരുന്നത് പോലെ അവരുടെ ഒരു പദ്ധതിയും പ്ലാനും കർത്താവിനെ കൊടുക്കാനുള്ളതൊന്നും നടന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെതിരെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല എന്നാണ് അവിടെ വായിക്കുന്നത്. നമ്മൾ മറ്റ് ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പലരും അവനെതിരെ പല കള്ളസാക്ഷ്യങ്ങളും പറയാൻ എഴുന്നേറ്റെങ്കിലും
അവരുടെ സാക്ഷ്യമൊന്നും ഒത്തുവന്നില്ല എന്ന് നമ്മൾ വായിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ഹൃദയത്തിലെ വികാരങ്ങളെ അറിഞ്ഞ് അതിനോട് സംസാരിച്ച കർത്താവിന് തനിക്ക് വേണമെങ്കിൽ തനിക്ക് വേണ്ടി ചില വാക്കുകൾ സംസാരിച്ച് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്നുള്ളൊരു നിലയിൽ ആക്കി തീർക്കാനൊന്നും കർത്താവിന് അറിയാഞ്ഞിട്ടോ കഴിയാഞ്ഞിട്ടോ അല്ല. കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗീയ സൈന്യം തന്നെ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യുമായിരുന്നു, എന്നാൽ ദൈവഹിതത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്നെ ഏറ്റവും ഈ ഭാഗം വായിക്കുമ്പോൾ എന്നെ ആകർഷിക്കുന്ന കാര്യം, അവൻ തന്നെത്താൻ വില്ലിങ് ആയിട്ട് തന്നെ സാക്രിഫൈസ്, തന്നെ യാഗമാക്കി തീർക്കുകയാണ് എന്ന് നമ്മുടെ പല വാക്യങ്ങളും അബ്രഹാം പാസ്റ്റർ കോട്ട് ചെയ്ത് തന്നെത്താൻ എന്നുള്ള എല്ലാ പല ഭാഗങ്ങളും നമ്മൾ കണ്ടു. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നമുക്കവിടെ കാണാനായിട്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ കാണിച്ചു കൊടുക്കേണ്ടതിൻ്റെ റോൾ എന്തായിരുന്നു? അല്ലാതെ എന്താ അവരെ കർത്താവിനെ പിടിക്കാനായിട്ട് പറ്റത്തില്ലേ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി 11-ാം അധ്യായം അവസാനം വരുമ്പോൾ തന്നെ വായിക്കുന്നുണ്ട്, പെസഹ അടുത്തിരുന്നത് കൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനൊക്കെ വേണ്ടി ചില ആൾക്കാർ നേരത്തെ തന്നെ ദൂരത്തു നിന്നൊക്കെ വരും. വന്ന് അവർക്ക് വേണ്ട ശുദ്ധീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് എന്നുള്ളത് നമ്മൾക്ക് കാണാനായിട്ട്. അതിൻ്റെ 11-ന്റെ 55-ാം വാക്യത്തിൽ, യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കാൻ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്രയായി. അവർ യേശുവിനെ അന്വേഷിച്ച് ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, പെരുന്നാൾക്ക് വരികയില്ലയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വലിയൊരു ക്രൗഡാണ്. നമുക്കറിയാം, പെസഹ എന്ന് പറയുന്നത് അവരുടെ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം യഹൂദന്മാർ ഈ യെരുശലേമിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. 3 പെരുന്നാളുകൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ തന്നെയാണ് കൂടാര പെരുന്നാളിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞതുപോലെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെസഹയെന്നും. അതിനുവേണ്ടി ദൂരത്തുനിന്ന് തന്നെ ആൾക്കാർ കാലേ കൂട്ടി തങ്ങളുടെ ശുദ്ധീകരണത്തിനും കാര്യങ്ങളും വഴിപാടും ഒക്കെ അർപ്പിക്കാൻ വേണ്ടി നേരത്തെ വരുമായിരുന്നു എന്നുള്ളതും അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജനനിബിഡമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ. ജനത്തിരക്കാണ്. ഈ ഒരു പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ വളരെ ജനത്തിരക്കുള്ള ഒരു സമയമായിരുന്നു അതെന്നും. അങ്ങനെ കർത്താവ് ആൾക്കാരുടെ നടുക്ക് നിന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ കർത്താവ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പബ്ലിക്കായിട്ട് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇതിനു മുന്നേ അവർ പലവട്ടം ശ്രമിച്ചതാണ്. ചില ചേകവരെ അയച്ചു, എന്നാൽ ചേകവർ തിരിച്ചു വന്നിട്ട് അവൻ സംസാരിച്ചതുപോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചേകവർ പറഞ്ഞ്, നമ്മളെ കൊണ്ട് ഈ പണിയൊന്നും നടക്കത്തില്ല, ഈ കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാനും പിടിച്ചുകൊണ്ട് വരാനും ഒന്നും ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും കൂടാര പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അധികം പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഐയിൽ പെടാത്ത നിലയിൽ, മറ്റുള്ളവരുടെ കണ്ണുകളിൽ പെടാത്ത നിലയിൽ, വലിയ പ്രശ്നമുണ്ടാകാത്ത നിലയിൽ, ആൾക്കാരുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പം ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മയും ചെയ്ത ഈ ക്രിസ്തുവിനെ എന്തിന് ക്രൂശിക്കുന്നു അല്ലെങ്കിൽ എന്തിന് പിടിച്ചോണ്ട് പോകുന്നു എന്നുള്ള നിലയിൽ ജനം അവർക്കെതിരെ ഒരുപക്ഷെ തിരിഞ്ഞേക്കും എന്നവർക്കറിയാം. എന്ന് മാത്രമല്ല, ഒരു ക്രമസമാധാന നില വഷളായി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ക്രൗഡുള്ള ഒരു സ്ഥലത്ത് അവിടെ എന്തും സംഭവിക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ തരത്തിൽ മറ്റുള്ളവരെ ശ്രദ്ധയിൽ പെടാത്ത നിലയിൽ തന്നെ കർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും അവനെ കൊല്ലുവാനുള്ള ഗൂഢാലോചന നടപ്പാക്കുകയും ചെയ്യണം. അപ്പം കർത്താവ് എവിടെയൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്, കർത്താവിനോട് വളരെ ക്ലോസ് ആയിട്ടിരുന്നിട്ട് കർത്താവിൻ്റെ ഉള്ളുകളികളൊക്കെ നന്നായിട്ട് അറിയുകയും കർത്താവ് ചെയ്യുന്ന ദിനചര്യകളും യെരുശലേമിൽ വരുമ്പം പോകുന്ന സ്ഥലങ്ങളും ഇതൊക്കെ അറിയാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുത്തൻ അവർക്ക് വേണമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വ്യാഖ്യാനവും ഞാൻ അതിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരും തനിക്കും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തെങ്കിലും രാജകീയ വസ്ത്രമോ അല്ലെങ്കിൽ നേതാവാണെന്ന് പറഞ്ഞൊരു സിംഹാസനത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വേറെ ഏതെങ്കിലും പ്രത്യേക വേഷവിധാനം കൊണ്ടോ അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ടോ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിലയിലല്ലായിരുന്നു. എല്ലാവരും ഏകദേശം ഒരുപോലെ ഇരിക്കും. എനിക്ക് തോന്നുന്ന പത്രോസ്ലിഹായൊക്കെ ഒരുപക്ഷെ കർത്താവിനേക്കാൾ ഇത്തിരി പ്രായം കൂടിയവരാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു വ്യക്തി വേണമായിരുന്നു. നമുക്കറിയാം, മറ്റുള്ള സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനായിരിക്കും യേശു എന്ന് പറഞ്ഞ് നേരത്തെ യൂദാ അടയാളം കൊടുക്കുകയും
നമുക്കറിയാം, അപ്പക്കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്നവനോട് പറയുന്നതും, ഈ ഒരു പ്രത്യേക അവസരത്തിൽ അവൻ കടന്നു വന്ന് കർത്താവിനെ ചുംബിക്കുകയും, ഇങ്ങനെയോ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ നീ കാണിച്ചു കൊടുക്കുന്നതെന്ന് മറ്റുള്ള സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാണിച്ചു കൊടുക്കുന്നവൻ്റെ ഒരു റോള് അവിടെ ആവശ്യമായിട്ട് വന്നതിൻ്റെ കാരണം ഇതാ. കാരണം അവിടെ കർത്താവ് അവർക്ക് ഈ പൊതുജനങ്ങളെയൊക്കെ ഒഫൻഡ് ചെയ്യാതെയും അതേസമയം കൃത്യമായിട്ട് യേശു നമുക്കറിയാവില്ല, ഇന്നുള്ള പോലെ ഫ്ലഡ് ലൈറ്റും ഇതൊന്നുമുള്ള സ്ഥലമല്ല. ഈ ഗത്സമന തോട്ടത്തിൽ ഒരുപക്ഷെ അവിടെ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കർത്താവിനെ വന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട്, കർത്താവിനെ പിടിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കാനെന്ന വണ്ണം അവരുടെ കൂട്ടത്തിൽ കർത്താവിനോട് കൂടെ 3.5 വർഷക്കാലം നടന്ന ഒരു വ്യക്തിയെ തന്നെ അതിനുവേണ്ടി ഒരുക്കി, അല്ലെങ്കിൽ അവനിൽ ആ നിലയിൽ അവൻ വശീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അവിടെ 2 വാക്കുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ തോട്ടം ഇവിടെയാണെന്ന്, യേശു അവിടെയാണ് വരുന്നതെന്ന് യൂദയും നേരത്തെ സ്ഥലം അറിഞ്ഞിരുന്നു. നമ്മൾ ഒരിടത്ത് നമ്മൾ ഒരു ഫിലിമിലും അങ്ങാണ്ട് കാണുന്നുണ്ട്, കർത്താവെ എപ്പോഴും നമ്മൾ പോകുന്ന അതേ തോട്ടത്തിലേക്ക് തന്നെയാണോ നമ്മൾ പോകുന്നതെന്നൊരു ഡയലോഗും കൂടെ ചോദിക്കുന്നത് കാണുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ കൃത്യമായിട്ട് ആ സ്ഥലം മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ അവൻ അത് കൃത്യമായിട്ട് ആ കാര്യം നേരത്തെ അവനും അറിഞ്ഞിരുന്നു. ഇന്ന് അങ്ങോട്ട് തന്നെ പോകത്തുള്ളൂ. അതിന് പോകാനുള്ള കാരണങ്ങളൊക്കെ ദേവദാസൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു ഒരു ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ. പിന്നൊന്ന്, തനിക്ക് സംഭവിക്കാനുള്ളത് അറിഞ്ഞിട്ട്, അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, യേശു തനിക്ക് നേരിടുവാനുള്ളത് അറിഞ്ഞിട്ട്, 4-ാം വാക്യം. അപ്പോൾ വളരെ ബോൾഡായിട്ട് നമ്മൾ ഇതിനു മുന്നേ അത് കണ്ടു, യെരുശലേമിലേക്ക് താൻ വരുന്ന സമയത്ത് തന്നെ ശിഷ്യന്മാർ പുറകിൽ നിൽക്കുകയും താൻ മരിക്കാനാണ് പോകുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അവർക്ക് മുമ്പിൽ നടന്നു. ശിഷ്യന്മാരോ അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു എന്ന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മളൊരു ഭാഗം കണ്ടു. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിമായിയുടെ മകൻ ബർത്തിമായിയെ സൗഖ്യമാക്കുന്ന ആ ഭാഗത്തും കണ്ടു. അവിടെ നമ്മൾ വായിക്കുക. അപ്പോൾ മുന്നിൽ നടക്കുക, തനിക്ക് സംഭവിക്കാനുള്ളത് എന്താണെന്ന് യേശു അറിഞ്ഞിട്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഒന്ന് പരിങ്ങാനോ, ഒന്ന് ഒതുങ്ങാനോ, ഒന്ന് മാറിപ്പോകാനോ, അല്ലെങ്കിൽ ഇരുട്ടത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത്. തനിക്ക് സംഭവിക്കാനുള്ളത് അറിഞ്ഞിട്ട് യേശു പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവനോട് ചോദിച്ചു എന്ന് നമ്മളവിടെ വായിക്കുക. നസ്രായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് പറയും. നമുക്കറിയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയത്തക്കവണ്ണവും, എന്ന് മാത്രമല്ല ഇവരാരും ഈ നിലയിൽ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. ആരെ അന്വേഷിച്ച് ചെല്ലുന്നുവോ ആ വ്യക്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും, ഓടിച്ചിട്ട് പിടിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു പക്ഷേ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിന് വലിയൊരു ആർമിയും ദീപട്ടിപ്പന്തങ്ങളും അതുപോലെ വാളും വടികളും ഒക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുക. കർത്താവ് അവരോട് ചോദിക്കുക, ഇത്രയും ദിവസം ഞാനവിടെ പരസ്യമായിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ഇരുന്നല്ലോ, നിങ്ങൾക്ക് എന്നെ പിടിക്കാമായിരുന്നല്ലോ, എന്താ പിടിക്കാഞ്ഞ്? ഒരു കള്ളനെ പിടിക്കാൻ വരുന്ന പോലെ, അല്ലെങ്കിൽ ഇതുപോലെ വരേണ്ട കാര്യം എന്താ? അപ്പോൾ അങ്ങനെ അവർ കടന്നു വന്നപ്പോൾ വളരെ വില്ലിംഗ് ആയിട്ട് അവരുടെ മുന്നിൽ വന്ന് ബോൾഡായിട്ട് നിന്നുകൊണ്ട് അത് ഞാൻ തന്നെ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടപ്പോൾ നമ്മൾ വായിക്കുന്നു, അവർ പിൻവാങ്ങി നിലത്ത് വീണു എന്നാണ് നമ്മൾ കാണുന്നത്. അവർ പിൻവാങ്ങി നിലത്ത് വീണു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ, അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ ആ ദൈവത്തിൻ്റെ മഹത്വമുള്ള ആ നാമം, ആ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആ നാമം എടുത്തപ്പോൾ തന്നെ അവർ പിൻവാങ്ങി നിലത്ത് വീഴുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും. അപ്പോൾ വാളും വടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാൽ കർത്താവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും വിലപ്പോവുകയില്ലെന്നും എന്ന് മാത്രമല്ല, കർത്താവ് തന്നെ വില്ലിംഗ് ആയിട്ട് അവരുടെ മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവിടെ കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക്. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചതിന് അത് ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ തിരയുന്നുവെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. യേശു ഉത്തരം പറഞ്ഞു, നീ എനിക്ക് തന്നവരിൽ ആരും
നഷ്ടമായി പോയിട്ടില്ല എന്ന് പറഞ്ഞ വാക്ക് ഇതിനാൽ നിവർത്തി വന്നു എന്ന് കാണും. അപ്പോൾ ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതനെ ദാസനെ വെട്ടി അവൻ്റെ വലതുകാത് അറുത്തു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുക. അപ്പം എനിക്ക് ആ ഭാഗം വായിച്ചപ്പം ഞാനും ഇന്നലെ ഇരുന്ന് ധ്യാനിച്ച് ഇതിന് എന്തോ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പം പല വാക്യങ്ങൾ ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ യോഗ്യമായിട്ടുള്ള ഭാഗമുണ്ട്. എന്നാൽ നീണ്ട വാക്കുകളൊന്നും ഈ ടൈറ്റിലായിട്ട് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ചില ലിമിറ്റുണ്ട് ഇതിന് വാക്കുകൾ ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി വാളുറയിലിടുക എന്ന് കർത്താവ് പറഞ്ഞ ആ വാക്ക് വളരെ ഒരു അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നി. കാരണം കർത്താവിനെ സംരക്ഷിക്കാനായിട്ട് ഈ വാളിൻ്റെയും വടിയുടെയും ഒന്നും ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇവർ കൊണ്ടുവന്ന വാളും വടിയോ അല്ലെങ്കിൽ തോക്കൊന്നും വന്നില്ലല്ലോ. എന്നാലും ഞാൻ പറയുക ഒരു ഇതിനു വേണ്ടി ഇതുകൊണ്ടൊന്നും തമ്പുരാൻ്റെ അടുത്ത് ഒന്നും ചെയ്യാനും കഴിയത്തില്ല. അപ്പോൾ പല ആൾക്കാർക്കും ഇന്ന് ധൈര്യം നൽകുന്ന സാധനങ്ങൾ നമുക്കറിയാം. നമുക്ക് ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ വെട്ടുകത്തി തലക്കീലി വെച്ച് ഉറങ്ങുക, അല്ലെങ്കിൽ തോക്കെടുത്ത് അരയെ വെച്ചിട്ട് നടക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ധൈര്യത്തിന് വേണ്ടി നമുക്ക് ഭയം അകറ്റാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് ഇതൊന്നും. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ വാള് എൻ്റെ ശീമോനെ, എൻ്റെ പത്രോസെ നീ ഉറയിലിടുക. നമുക്കറിയാം വാളെടുക്കുന്നവൻ അതിനാലേ ഇതായി തീരും എന്ന് ഉള്ള ഒരു ഇത് കൂടെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ. വാളുറയിലിടുക. എനിക്ക് ഈ വാളിൻ്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നും കർത്താവിന് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്നും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദൈവവചന ഭാഗമായത്. കർത്താവിന് നമ്മുടെ നിലയിലുള്ള മനുഷ്യൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിലയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. താൻ മരിക്കുകയും താൻ യെരൂശലേമിലേക്ക് പോവുകയും അവിടെ എതിർക്കപ്പെടുകയും പലവിധ പീഡകൾ സഹിച്ച് മരിക്കുകയും ചെയ്യും എന്ന് കർത്താവ് മുൻകൂട്ടി പറയുമ്പോൾ പത്രോസ്ലിഹ അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ പറയും, കർത്താവെ നിനക്ക് ഒരു നാളും അത് സംഭവിക്കരുതേ എന്ന് പറയുമ്പോൾ പറഞ്ഞ കാര്യം നമുക്കറിയാം. സാത്താനെ നീ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ സംഭവം നമുക്കെല്ലാം അറിയാം. എന്നാൽ അതിന് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ കരുതുവാൻ നോക്കുന്നത്. നീ ദൈവത്തിൻ്റെ കാര്യങ്ങളെ അല്ല കരുതാനായിട്ട് ഇങ്ങനെ നോക്കുന്നത്. നിനക്കൊരിക്കലും കഷ്ടം ഉണ്ടാകരുത്, പ്രയാസം ഉണ്ടാകരുത് എന്നൊക്കെയുള്ള നിലയിലുള്ള ആ സെൽഫ് പ്രൊട്ടക്ഷനും സെൽഫ് പിറ്റിയും ഒക്കെ ആ ഭാവങ്ങൾ നീ എന്നിലേക്ക് കടത്തിവിടാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ദൈവം തമ്പുരാന് ആ നിലയിലുള്ള കരുതലിൻ്റെയും കാവലിൻ്റെയും ആ നിലയിലുള്ള പ്രൊട്ടക്ഷൻ്റെയും ഒന്നും ആവശ്യമില്ല. നീ ദൈവത്തിൻ്റെ അല്ല കരുതാൻ നോക്കുന്നത്, മനുഷ്യരുടെ അടുത്ത് കരുതാൻ നോക്കുന്നത് എന്ന കർത്താവ് പറഞ്ഞ വാക്ക് വളരെ ചിന്തനീയമായ ഭാഗമാണെന്ന് നമുക്കറിയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോഴും നമ്മൾ അവനാൽ നമുക്ക് ശുശ്രൂഷ ആവശ്യമാണ്, അവൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ടതായിട്ടും ദൈവഹിതപ്രകാരവുമുള്ള ഒരു ഡിഫൻസാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും വാളും വടിയും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ വാളിനേക്കാൾ മൂർച്ചയേറിയ വാക്കുകളും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്ന നിലയിലുള്ള വേദനപ്പെടുത്തുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലും ഒരിക്കലും നമ്മുടെ ഈ പ്രസംഗം കേട്ടവൻ ജീവിതകാലത്ത് അത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത നിലയിലുള്ള പ്രയോഗങ്ങളൊന്നും അല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, സഹോദരങ്ങളെ ഞാനിങ്ങനെ ദൂരത്തിരിക്കുമ്പം നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ ശത്രുക്കളോട് പ്രതികാരം അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്നവരോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതെങ്ങനെയാണ് എതിർത്ത് നിൽക്കേണ്ടത്? എതിർത്ത് നിൽക്കേണ്ടത് ഏകസ്നേഹം പൂണ്ട് നിങ്ങൾ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയോ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമോ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്ന് പറയുമ്പോൾ, തുടർന്ന് നമ്മളതിൻ്റെ 12-ാം വാക്യത്തിൽ എപ്പോഴും അടുത്തിരിക്കുന്ന പോലെ അകന്നിരിക്കുമ്പോഴും നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എങ്ങനെയാണ് ഈ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കേണ്ടത്, ഈ സുവിശേഷത്തിന് വേണ്ടി എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണ്? അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ
നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു എന്നും ഒരു ഭാഗത്തല്ല ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും, പത്രോസ്ലിഹ പറയുന്നത് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ ഇടയിൽ അവരുടെ നടപ്പ് നന്നായിരിക്കട്ടെ, നിങ്ങളുടെ വാക്ക് നന്നായിരിക്കട്ടെ, ജീവിതം നന്നായിരിക്കട്ടെ. അവർ കുറേ നാളിങ്ങനെ ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയും, ഇല്ലാത്ത തിന്മകളൊക്കെ കളവായിട്ട് പറയും, ഇതൊക്കെ ചെയ്യും. അതൊന്നും കണ്ട് മനസ്സ് ഇതായി പോകരുത്, പ്രയാസപ്പെട്ടു പോകരുത്. നിങ്ങൾ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനം, നിങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ വേല, നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ദൈവവചന പ്രഘോഷണം ശാന്തമായിട്ടും ആ കർത്താവിൻ്റെ ആ സ്റ്റാൻഡേർഡിന് നിരക്കുന്ന നിലയിലും നിങ്ങൾ ഈ കാര്യങ്ങളെ ചെയ്യണം എന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രൂപാന്തരപ്പെട്ട ജീവിതം, നമ്മുടെ രൂപാന്തരപ്പെട്ട മനസ്സ്, ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട നമ്മുടെ ആ വാക്കുകൾ, അതായിരിക്കട്ടെ നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഉരുളയ്ക്കുപ്പേരി പോലെ ജഡത്തിൽ പോരാടുന്ന വ്യക്തികളോട് ജഡത്തിൽ തന്നെ പ്രതികാരം ചെയ്യുകയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പറയുകയും ചെയ്യുന്നതൊക്കെ ഒരു മിടുക്കാണെന്ന് തോന്നും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വിമ്മിഷ്ടവും തോന്നും, തൊണ്ടയ്ക്ക് ഏതാണ്ട് കുടുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അയ്യോ, അവൻ എന്നെ അങ്ങനെ വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും വിളിച്ചില്ലല്ലോ, മോശമായി പോയി എന്ന് നമ്മുടെ മാനുഷിക ആത്മാവിൽ നമുക്ക് തോന്നുകയും ചെയ്യും. അത് എനിക്കും തോന്നും, തോന്നാത്ത കൊണ്ടൊന്നുമല്ല. എന്നാൽ കർത്താവ് ഏത് നിലയിലുള്ള ഒരു ഡിഫൻസിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നും ആ പറയുന്ന പല കാര്യങ്ങൾക്കും അതേ വാളും വടിയുമായിട്ട് വരുന്നവരോട് വാളും വടിയുമായിട്ട് തന്നെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് ഉള്ള ഒരു പരിശ്രമമല്ല. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ സമ്മതം കൂടാതെ ഇവർക്ക് എൻ്റെ മേത്ത് തൊടാൻ പോലും, ശരീരത്തിന് സ്പർശിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. എന്നാൽ എൻ്റെ സമ്മതത്തോടെയും ദൈവത്തിൻ്റെ ഹിതത്തിലും ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അവരെന്നെ കയറി ആക്രമിച്ച് പിടിക്കുകയല്ല ചെയ്യുന്നത്. പത്രോസേ, വാള് ഉറയിലിടുക. നമ്മൾ നമ്മുടെ സെൽഫ് ഡിഫെൻസിനായിട്ട്, നമ്മുടെ ജഡപ്രകാരമുള്ള നമ്മുടെ ഡിഫെൻസിനായിട്ടുള്ള ആ കാര്യങ്ങളെ നമ്മളൊന്ന് ഒതുക്കി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതൊക്കെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അത് റിഫ്ലക്സാണ് ബ്രദറെ, പറയുമ്പോൾ എടാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് വിളിക്കുന്ന ഒരു റിഫ്ലക്സാണ്. എന്നാൽ ഈ റിഫ്ലക്സ് ഒക്കെ മാറും. അത് നമ്മൾ ആ ബോധത്തിലും രക്ഷിക്കപ്പെട്ടവരാണെന്നും കർത്താവിൻ്റെ പിൻപറ്റുന്നവരാണെന്നും പിതാവിന് തൻ്റെ ഹിതപ്രകാരം തന്നെ വില്ലിങ്ങായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിൻ്റെ പാദത്തിൽ അവൻ്റെ ആ കാൽപ്പാടുകളെ പിന്തുടരുന്നവരാണെന്നുമുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് വരുമ്പോൾ നമ്മൾക്ക് കർത്താവേ, നീ എന്നെ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആരുമില്ല, ഞാൻ എന്നെ തന്നെ ഡിഫെൻഡ് അല്ല ചെയ്യുന്നത്, അതിനെനിക്ക് പറ്റത്തുമില്ല. കർത്താവ്, യു ആർ ദ വൺ ഹൂ ഈസ് ഗോയിങ് ടു ഡിഫെൻഡ് മീ, യു ആർ ദ വൺ ഹൂ ഈസ്. എൻ്റെ നീതിയെ എനിക്ക് നമുക്കറിയാമല്ലോ, 37-ാം സങ്കീർത്തനമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഞാൻ വായിക്കുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും, അവൻ നിന്റെ നീതിയെ മധ്യാഹ്നം പോലെയും ഒക്കെ ആക്കി തീർക്കും. ഉപായം പ്രയോഗിക്കുന്നതിനെയും കാര്യസാധ്യം പ്രയോഗിക്കുന്നതിനെയും കുറിച്ച് നീ മുഷിയരുത് എന്ന് അവിടെ എഴുതിയേക്കും. എത്ര വ്യക്തമായിട്ട് എഴുതിയേക്കുക. ഈ ഉപായം പ്രയോഗിക്കുകയും കാര്യസാധ്യം പ്രയോഗിക്കുകയും ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. എന്നിട്ട് മാത്രമല്ല, നമ്മൾ വിചാരിക്കും ഞാനും അത്ര മോശക്കാരനൊന്നും അല്ല, ഞാൻ ജഡത്തിൽ ജീവിച്ചപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തായിരുന്നു, നിന്നെ ഞാനൊരു കാര്യം കാണിച്ചേക്കാം എന്ന് പറയാനായിട്ടൊക്കെ നമുക്ക് തോന്നും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഞാൻ രക്ഷിക്കപ്പെട്ടു പോയി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാമായിരുന്നെന്ന് പറയുന്നത് പോലും ഒരു തെറ്റാ. അതുപോലും ഒരു തെറ്റാ. രക്ഷിക്കപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് വലിയ അബദ്ധം പറ്റിയതായിട്ടാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. ഞാനൊന്ന് രക്ഷിക്കപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമായിരുന്നെന്ന് ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നാ കാര്യത്തിന് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്നത്? അപ്പം അവൻ്റെ സമ്മതം കൂടാതെ ആണ്ടാണ്ട് പിടിച്ച് രക്ഷിക്കപ്പെടുത്തി വെച്ചേക്കുവാണോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമുക്ക് യോഗ്യമല്ലെന്നും ഈ ലോകത്തിൻ്റെ വഴികൾ ശ്രേഷ്ഠമല്ലെന്നും ഈ ലോകത്തിൻ്റെതായ രീതികൾ പൂർണ്ണതയുള്ളതും അല്ലെന്നും അറിഞ്ഞു തന്നെയാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ചത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആകുമായിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. തൽക്കാലത്തേക്ക് ഈ എതിർക്കുകയും പറയുകയും ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുകയും തിന്മ പറയുകയും ചെയ്യുന്നവർ ജയിച്ചതുപോലെ തന്നെ നിൽക്കട്ടെ, അവർ ജയിച്ച് നിൽക്കട്ടെ. അവരുടെ വാക്കുകൾ കൊണ്ട് അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയെന്ന് ഉള്ള ഒരു ഫീലിങ്ങിൽ അവർ നടക്കട്ടെ. എന്നാൽ എന്നെങ്കിലും ജീവിതത്തിൽ അവരത് തിരിച്ചറിയുന്ന ഒരു സമയം വരും, അന്നേരം ദൈവം അവരോട് ഇടപെട്ടോളൂ.
അന്ന് നമ്മൾ ഈ കാണിച്ച സാക്ഷ്യവും നമ്മൾ ഈ കാണിച്ച ക്ഷമയും നമ്മൾ ഈ കാണിച്ചതായിട്ടുള്ള പകരത്തിന് പകരം പറയാത്തതുമൊക്കെ ഹൃദയത്തിൽ ദൈവം അവനോട് ഇടപെട്ടോളും. അല്ലാതെ നമ്മൾ അതേ നിലയിലുള്ളൊരു ടെമ്പോയിൽ അതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകുക എന്ന് പറയുമ്പം കർത്താവ് അങ്ങനെ ചെയ്തവരോട് പറഞ്ഞ അതേ വാക്ക് തന്നെയാ നമ്മളോടും കർത്താവിന് പറയാനുള്ളത്. പത്രോസേ, നീ വാളുറയിലിടുക. ഈ വാളൊന്നും ഇവിടെ വേണ്ട. ഇതിന് വാക്ചാതുര്യം വേണ്ട, മൂർച്ചയേറിയ വാക്കുകൾ വേണ്ട. മനുഷ്യർ തൻ്റെ സ്വന്തം നീതി ഡിഫെൻഡ് ചെയ്യുന്നത് പോലുള്ള ഡിഫൻസിന്റെ ഒന്നും ആവശ്യമില്ല. തന്നെ വില്ലിങ്ങായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിൻ്റെ മാതൃകയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ പിന്തുടരാൻ പ്രിയപ്പെട്ടവരെ. എനിക്ക് ആ കർത്താവിൻ്റെ എല്ലാം ചെയ്യാൻ കഴിയാമായിരുന്നിട്ടും നിസ്സഹായനായി നിൽക്കുന്ന ആ കർത്താവിൻ്റെ കാഴ്ച കാണുമ്പോൾ നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്നാൽ നമ്മുടെ ഭാവം എല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. കർത്താവ് ഇച്ചിരി ഒന്ന് സഹായിച്ചാൽ മതി, എന്തും ചെയ്യാൻ പറ്റും എന്നാ നമ്മുടെയൊക്കെ വിചാരം. ഇല്ല, കർത്താവ് അനുവദിച്ച രീതിയിൽ, കർത്താവ് പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് സുവിശേഷത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാം. നമ്മുടെ ജീവിതം നമ്മുടെ വാക്കുകളെക്കാൾ ബെറ്ററായിട്ട് സംസാരിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് ആയിത്തീരാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.